ചെറിയൊരു കഥയോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാം. പണ്ട് റോമൻ സൈന്യാധിപനും കുറച്ച് സൈനികരും കൂടിയിട്ട് ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പോയി. ഒരു ചെറിയ തടാകം കടന്നിട്ട് വേണം ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അവരുടെ തോണികളും മറ്റൊക്കെ ആയിട്ട് ചെറിയ പാലങ്ങളൊക്കെ കെട്ടിയിട്ടാണ് ഈ അപ്പുറത്തേക്ക് ആളുകൾ കടന്നു പോയത്. അങ്ങനെ ആളുകളൊക്കെ കടന്നുപോയി അപ്പുറം എത്തുമ്പോഴാണ് മനസ്സിലായത് ഈ ആക്രമിക്കാൻ ചെന്ന രാജ്യം എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരല്ല, ഭയങ്കര ശക്തരായ രാജ്യവും പിന്നെ വളരെ ദുർഘടം പിടിച്ച വഴികളും മറ്റുമാണ് അവിടെ ഉള്ളത്. അത് കണ്ടപാടെ പടയാളികളൊക്കെ ഒന്ന് പേടിച്ചു. കാരണം ഇനി മുന്നോട്ടേക്ക് എന്താവും, തിരിച്ചു പോയാലോ എന്ന് തോന്നിയ സമയത്താണ് സൈന്യാധിപൻ ഒരു കാര്യം ചെയ്തത്. അയാൾ ഉത്തരവിട്ട് മുഴുവൻ അവർ കൊണ്ടുവന്ന തോണികളും പാലങ്ങളൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പാലങ്ങൾ കത്തിക്കപ്പെട്ടു, തോണികളും കത്തിക്കപ്പെട്ടു, എല്ലാം കത്തി നശിച്ചു. പിന്തിരിഞ്ഞ് ഓടാൻ മറ്റൊരു വഴി ഇല്ലാതായി. ഇനി ആകെ കൂടി ഉള്ളത് മുന്നിൽ ഒന്നുകിൽ ആക്രമിച്ച് മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ ശത്രുക്കളുടെ കൈയോട് മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർ ശക്തമായി പോരാടുകയും ആ യുദ്ധം ജയിക്കുകയും ചെയ്തു. ഇതിവിടെ പറയാൻ കാരണം, നിങ്ങൾ യൂട്യൂബിൽ എത്തപ്പെട്ടത് ഇതുപോലെ തന്നെയാണ്. പിന്തിരിഞ്ഞ് ഓടാനുള്ള വഴികൾ തുറന്നു വെച്ചിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല, എന്തൊക്കെ വന്നാലും മുന്നോട്ട് പോയി സക്സസ് ആവുമെന്ന് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉറച്ചവർക്കാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ചെയ്യുന്ന പല വീഡിയോസും ആ രീതിയിലുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും ഇതിൽ തന്നെ കിട്ടും. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ട്. ഷോർട്സ് വീഡിയോ ആണ് കൂടുതൽ ചെയ്യുന്നത്, ലോങ് വീഡിയോ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്താണ് കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ലോങ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലോങ് ആണ് കൂടുതൽ ഇടുക എന്നുള്ളത് പറയാം. ഞാൻ തമ്പനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന ആളുകളെ ഇനി മുതൽ റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ഷോർട്സ് ഇടുന്ന ആരെയാണ്, ഏത് വീഡിയോ ആണ് റെക്കമെൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ എന്താണ് റെക്കമെൻഡേഷൻ സിസ്റ്റം? റെക്കമെൻഡേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് പലർക്കും റെക്കമെൻഡേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ അറിയുള്ളൂ. അപ്പോൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ഒരു വീഡിയോ കാണാൻ ഒരാളോട് പറയാണ്. അതായത് സാധാരണ റിയൽ ലൈഫിലുള്ള റെക്കമെൻഡേഷൻ പോലെയാണ്. ഇന്ന ആൾ കൊള്ളാടാ, നീ കണ്ടുനോക്ക് എന്ന് നമ്മൾ പറയുമല്ലോ, എടാ ഇന്ന ഷോപ്പ് അടിപൊളിയാണോ ഒന്ന് പോയി നോക്കുന്നൊക്കെ പറയുന്ന പോലെ യൂട്യൂബ് എന്ത് ചെയ്യും, പല ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോസ്. ഇതൊന്ന് കണ്ടുനോക്ക്, ഇത് അടിപൊളി വീഡിയോ ആണ്, നിങ്ങളുടെ താല്പര്യത്തിന് ഉള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം പോലെയുള്ള ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് പലർക്കും റെക്കമെൻഡേഷൻ ചെയ്യും. അതിന് റെക്കമെൻഡേഷൻ സിസ്റ്റം എന്നാണ് പറയുക. അത് പല വഴികളുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വഴി പോവാം, ബ്രൗസ് ഫീച്ചർ വഴി പോവാം, സജസ്റ്റഡ് വീഡിയോ വഴി പോവാം. ഇങ്ങനെ പല രീതിയിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോനെ റെക്കമെൻഡ് ചെയ്യും. ഒരാൾ സക്സസ് ആവുന്നത് യൂട്യൂബ് എപ്പോഴാണോ അവരുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് അയാൾ സക്സസ് ആവുന്നത്. ആദ്യത്തെ സക്സസ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരാളോട് ഇന്ന റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് എന്ന് പറഞ്ഞാലും ആ ആള് പോയി കണ്ട് അത് അടിപൊളിയാണെങ്കിലല്ലേ അവർ അംഗീകരിക്കുള്ളൂ. അതേപോലെ തന്നെ യൂട്യൂബ് പറയുകയാണ് ഇത് കുഴപ്പമില്ല, അടിപൊളി ചാനലാണ്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞാലും ആ കാണുന്ന ആൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ തമ്മിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അത് പിന്നെയുണ്ട്. എന്നാലും റെക്കമെൻഡഡ് ആവുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ നമ്മുടെ യൂട്യൂബിൽ വരുന്ന വലിയൊരു കാര്യം. അപ്പോൾ അത് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കുന്ന ചില പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2022-23 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 2023-24 വരെയൊക്കെ യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്തൊരു രീതി എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻ്റ് ആയിരുന്ന രീതിയാണ്. അതായത് മിക്സഡ് ടോപ്പിക്കാണ് യൂട്യൂബ് ന്യൂട്രലായിട്ട് തന്നെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് പക്ഷേ പല ടോപ്പിക്കല്ല പറയുന്നത്. യൂട്യൂബ് ഷോർട്സും യൂട്യൂബ് ലോങ് വീഡിയോയും ഒരുമിച്ച് ഒരേപോലെ തന്നെ റെക്കമെൻഡേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു ഈ 2022 മുതൽ 23-24 വരെയൊക്കെ. മാക്സിമം 2023 തന്നെ അത് സ്റ്റോപ്പായി. അതിനുശേഷം യൂട്യൂബ് എൻ്റെ പുതുതായിട്ടുള്ള ഒരു രീതിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ രീതി കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും വ്യൂസ് കുറയുന്നത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുകയോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷെ ഈ സംഭവം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് പലർക്കും ഇപ്പം വ്യൂസ് ഇല്ല, ഞാൻ മതിയാക്കി പോട്ടെ എന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ സ്റ്റോറി പറഞ്ഞത്. മതിയാക്കി പോട്ടെ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, വ്യൂസ് കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത്? ഈ പാറ്റേൺ ആണ് നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് 2022-ലുള്ള 23-ലൊക്കെയുള്ള ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി അതിനെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, എന്താണ് ആ പാറ്റേൺ, അത് പറഞ്ഞു ഓരോ പാർട്ടായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നാലും മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആളുകളുടെ ബിഹേവിയർ പാറ്റേൺ നോക്കിയിട്ട്, അതായത് ഒരു വീഡിയോ കാണുന്ന ബിഹേവിയർ പാറ്റേൺ നോക്കിയിട്ട് പ്രൊഫൈൽ ചെയ്യും. അതായത് ആളുകൾ കാറ്റഗറൈസ് ചെയ്ത് 2 പ്രൊഫൈലാക്കി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം കാണുന്ന ഷോർട്സ് ആണ്. അപ്പോൾ ഈ ഷോർട്സ് കാണുന്ന ആളുകളുടെ
മൈൻഡ് സെറ്റും അവരുടെ രീതികൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അതായത് അവർക്ക് പെട്ടെന്ന് തന്നെ ഷോർട്സിലൊരു വീഡിയോ കാണുന്നു, അവർക്ക് റിവാർഡ് കിട്ടുന്നു, അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, പോകുന്നു. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവാം, അത് എൻ്റർടൈൻമെൻ്റ് ആവാം. കൂടുതലും ഷോർട്സ് കാണുന്ന ആളുകൾ ഒരു സ്വഭാവം നോക്കി കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻമെൻറ്റിലായിരിക്കും കൂടുതൽ അവർക്ക് ഒരു ഇഷ്ടം കൂടുതലുള്ളത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർ ആ കാര്യം നേടുന്നു, പോകുന്നു എന്നുള്ള പാറ്റേണിലാണ് ഷോർട്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷോർട്സ് കാണുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ ഷോർട്സ് ഇട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ആ ആളുകളുടെ മൈൻഡ് സെറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, പോവുക എന്നുള്ള രൂപത്തിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ജെൻസി കിഡ്സും മില്ലേനിയം കിഡ്സും എന്നൊക്കെ പറഞ്ഞ പോലെ ഗ്യാപ്സ് ഉണ്ടാവും. എന്നാൽ പോലും ഇവിടെ വരുന്നത് ഈ പാറ്റേൺ ആണ്. അപ്പോൾ ഈ പാറ്റേണിൽ വീഡിയോ കാണുന്ന ആളുകളെ യൂട്യൂബ് എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ ചെയ്തിട്ട് വേറെ ഒരു കാറ്റഗറിയാക്കി വെക്കും. അതായത് ഇവർക്ക് കൂടുതൽ ഷോർട്സ് ആണ് ഇഷ്ടം. ഇങ്ങനെയുള്ള ആളുകളെ ലോങ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ അത് സക്സസ് ആവില്ല, അത് പരമാവധി ഡ്രോപ്പ് ആവും എന്ന് യൂട്യൂബിന് നന്നായിട്ട് അറിയാം. യൂട്യൂബ് റീസെൻ്റായിട്ട് പഠിച്ച അനലറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചത് ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവർക്ക് കാണിക്കുകയോ ചെയ്താൽ 100% ഡ്രോപ്പ് അവിടെ ഉണ്ടാവും എന്ന് യൂട്യൂബ് മനസ്സിലാക്കിയത് കൊണ്ട് യൂട്യൂബ് അൽഗോരിതത്തിനെ മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഷോർട്സ് കാണുന്നവരെ പ്രൊഫൈൽ വേറെയും ലോങ് വീഡിയോ കാണുന്നവരെ പ്രൊഫൈൽ വേറെയാക്കി. ലോങ് വീഡിയോ കാണുന്നവർ ആരായിരിക്കും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും കൂടുതൽ ഈ ഡെപ്തായിട്ട് നോളജ് വേണമെന്നും ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം ഇത് കാണാൻ സ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും ലോങ് ഫോർമാറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുന്നേ നമ്മൾ ലോങ് ഫോർമാറ്റ് ഷോർട്ട് ഒരുമിച്ചിട്ട സമയത്ത് ആളുകൾ ഒരുപാട് എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ഷോർട്ട് കണ്ടവർ. പക്ഷേ ഈ ഷോർട്ട് കണ്ടവർ ഒരിക്കലും ലോങ് ഫോർമാറ്റിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞതിൻ്റെ ഒരു കോർ ഐഡിയ. അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്, എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണണം. അതായത് യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്ന ആൾക്കാർ, ലോങ് വീഡിയോ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യേണ്ടത് എന്ന്, റവന്യൂ കൂടുതൽ വരുന്നത് ലോങ് വീഡിയോ എന്നാണ്. അപ്പോൾ ലോങ് വീഡിയോൻ്റെ റവന്യൂ പറയാന്നുണ്ടെങ്കിൽ 55% യൂട്യൂബ് നമുക്ക് തരും, 45% യൂട്യൂബ് എടുക്കും. ഷോർട്സിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, 45% നമുക്ക് തന്ന് 55% യൂട്യൂബിലേക്കാണ് പോവുക. റവന്യൂ വളരെ കുറവ് ഷോർട്സിലായിരിക്കും. ലോങ് ഫോർമാറ്റിൽ സക്സസ് ആവണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ഷോർട്സിൽ വ്യൂസ് വരുമ്പം അത് ഷോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഷോർട്സിൻ്റെ കൂടുതൽ റീച്ചിൽ എത്തുന്നതുകൊണ്ട് ആ ഒരു ബിഹേവിയർ പാറ്റേൺ നോക്കിയിട്ട് എന്ത് യൂട്യൂബ് അതിനെ ലോക്ക് ചെയ്തിട്ട് പിന്നീട് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുന്നത് ഷോർട്സിൻ്റെ ആളുകൾക്കായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ലോങ് വീഡിയോയുടെ റീച്ച് കംപ്ലീറ്റ്ലി ഡൗൺ ആവും. അപ്പോൾ ലോങ് വീഡിയോയുടെ റീച്ച് വരുന്നത് ആവറേജ് ഡ്യൂറേഷനും റിട്ടൻഷനും ഒക്കെ നോക്കിയിട്ടാണ്. ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര കാണുന്നു എന്ന്, റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര സമയം ആളുകൾ ഇരിക്കുന്നു, അതുപോലെ എത്ര എൻഗേജ്മെൻറ്റ്സ് വരുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് റിട്ടൻഷൻ പറയുന്നത്. അപ്പോൾ ഈ റിട്ടൻഷനും ആവറേജ് വ്യൂ ഡ്യൂറേഷനും എൻ്റെ എർലി ഡ്രോപ്പ് ആവും എവിടെ, നമ്മുടെ ലോങ് വീഡിയോക്ക് പകരം ഷോർട്സ് കൂടുതൽ അപ്ലോഡ് ചെയ്താൽ. ചാനലിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ മൊത്തത്തിൽ ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇതൊക്കെ ഡ്രോപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡൗൺ ആണ് എന്ന്, അല്ലെങ്കിൽ ലോങ് വീഡിയോ ഡൗൺ ആണ് എന്ന് മനസ്സിലാക്കുന്ന യൂട്യൂബ് ഈ ചാനൽ കംപ്ലീറ്റ്ലി ഷോർട്ട് ഓഡിയൻസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും അവരുടെ പ്രൊഫൈലിങ്ങിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ലോങ് വീഡിയോക്ക് പകരം ഷോർട്സ് വീഡിയോ മാത്രമേ കയറിപ്പോളൂ. ഇത് നിങ്ങൾക്ക് പല ആളുകൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആരുടെയെങ്കിലും വീഡിയോയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. കാരണം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇതുതന്നെയാണ് നിങ്ങൾ ചാനൽ സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ആവറേജ് ഏറ്റവും കൂടുതലുള്ളത് ഷോർട്സ് ആണോ ലോങ് ആണോ, ഏതിനാണ് വ്യൂസ് കൂടുതൽ. ലോങ്ങിന് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ വ്യൂസ് കുറച്ച് കുറയും, ഷോർട്സിന് കൂടുതലുണ്ടെങ്കിൽ ലോങ്ങിൻ്റെതും നന്നായിട്ട് കുറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോങ്ങിലേക്കാണ് കൂടുതൽ വ്യൂസ് വരുന്നെങ്കിൽ, അതുപോലെ ഷോർട്സിലേക്കാണ് കൂടുതൽ വ്യൂസ് വരുന്നെങ്കിൽ പ്രൈമറി കണ്ടന്റിനെ ലോക്ക് ചെയ്യും. പ്രൈമറി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രൈമറി കണ്ടന്റ് ഏതാണെന്ന് നോക്കും, ലോങ് ആണോ ഷോർട്ട് ആണോ, അതിലായിരിക്കും യൂട്യൂബ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. മുന്നേ അൽഗോരിതം പോയത് രണ്ടും ഒരുമിച്ചാണെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അൽഗോരിതം കംപ്ലീറ്റ്ലി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് കുറയുമെന്ന് ഞാൻ തമ്പനയിൽ പറഞ്ഞതിന് കാരണം അതാണ്. ഇത്രയും കേട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ, അപ്പോൾ ഷോർട്സ് ചെയ്യേ വേണ്ടേ, ഷോർട്സ് ചെയ്യാൻ പാടില്ലേ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം ഞാൻ പറയാം.
അതിനു മുമ്പേ ഷോർട്സ് ചെയ്യാനുള്ള കുറേ രീതികളുണ്ട്. ഷോർട്സിൽ എവിടെയൊക്കെ നമ്മൾ ഹൂക്ക് കൊടുക്കണം, എങ്ങനെയാണ് ആ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട്. ഇത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആ ക്ലാസ് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എടുക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും, കമൻറ്റിൽ നോക്കിയാൽ മതി. ഞാൻ പ്രൈമറി കണ്ടന്റ് ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഷോർട്സ് ചെയ്യാൻ പാടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരം, നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യാം. ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് വേണം ചെയ്യാൻ. സ്ട്രാറ്റജിക്ക് പറഞ്ഞാൽ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോർട്ടിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? നിലവിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ലോങ് വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേണം ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? അതായത് നമ്മുടെ ലോങ് വീഡിയോ എന്താണോ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി ഗ്യാപ്പൊക്കെ കൊടുത്തത്. അതായത് എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് പറയാം, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറയാം, ഇതിൻ്റെ ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്ന രൂപത്തിൽ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യണം? ആ ഷോർട്ടിലൂടെ ഇതിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഷോർട്ട് വേറെ ടോപ്പിക്കും ലോങ് വേറെ ടോപ്പിക്കും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ 2-3 വീഡിയോ ഒക്കെ ഷോർട്സ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലവ് ചോദിക്കുന്ന കാര്യം, ഞാൻ ദിവസം 3 വീഡിയോ അപ്ലോഡ് ചെയ്താൽ പ്രശ്നമുണ്ടോന്നൊക്കെ. എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3-4 ലോങ് വീഡിയോ ഇട്ട ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഷോർട്സ് 2-3 ഷോർട്സ് ഇടേണ്ടത്. ആ ഷോർട്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോപ്പിക്കിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ യൂട്യൂബിൽ ഫെയിലാവാൻ വന്ന ആൾക്കാരല്ലല്ലോ, നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വന്ന ആൾക്കാരല്ലേ. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് സക്സസ് ആവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടാവും, ഞാൻ പറഞ്ഞ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, ഇവൻ എവിടെ നിന്നാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. അതിന് പരിഹാരമായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് ചെയ്ത് സക്സസ് ആയ 2 പേരുടെ ഇൻ്റർവ്യൂ 1-2 ദിവസം കൊണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതാണ്. കാരണം അവർ വർഷങ്ങളായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എവിടെ എത്തിയില്ല. ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ സക്സസ് ആയി. 2 പേരും മോണിറ്റൈസേഷനായി. മോണിറ്റൈസേഷൻ ആയത് എങ്ങനെ, എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ള അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എന്തായാലും അവരുടെ ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ ഞാൻ ചാനലിലിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ഇത് ചെയ്ത് സക്സസ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാമല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്. പക്ഷെ നിങ്ങൾ പോകുന്ന ട്രാക്ക് ശരിയല്ല. നിങ്ങൾ പോകുന്നത് എപ്പോഴും എങ്ങനെ സബ് കൂട്ടാം, എങ്ങനെ വാച്ച് അവർ കൂട്ടാം എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെയല്ല പോകേണ്ടത്. നിങ്ങൾ ഇത് പഠിക്കുക. ഇത് പഠിച്ച് ഇതിനെ ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് 4000 വാച്ച് അവറും 1000 സബ്ബൊന്നും അല്ല, നിങ്ങൾക്ക് അതിനേക്കാളും വലിയ രീതിയിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാവുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്ന സോഴ്സാക്കി യൂട്യൂബിനെ മാറ്റാൻ പറ്റും. വലിയ സംശയമുണ്ടോ നിങ്ങൾക്ക്? എനിക്കൊരു സംശയമില്ല. കാരണം എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ആയവരുണ്ട്. അത് അത്യാവശ്യം വരുമാനം കിട്ടുന്നത്, നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ വേണ്ട, ഉറപ്പായിട്ടും സക്സസ് ആവും. പക്ഷെ സക്സസ് ആവണമെങ്കിൽ അതിനൊരു വില കൊടുക്കണം. ആ വില പലപ്പോഴും നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്താലൊന്നും അത് സക്സസ് ആവില്ല. അതിന് പകരം ഇതുപോലെ പഠിക്കാനുള്ള ടൈം കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് പഠിച്ച് അത് മനസ്സിലാക്കി അത് എൻ്റെ വീഡിയോയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ഇനി മുതൽ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക. ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക.